ബേസിക് ആയിട്ടുള്ള കടമ എന്ന് പറയുന്നത് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് പ്രോഫിറ്റബിൾ ആക്കിയിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വികസനങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ പുതിയ വികസനങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഇവിടെ കാണുന്ന ഈ നമ്പർ പ്ലേറ്റ് പോലും വ്യക്തമല്ല. ഇവിടെ ഈ നമ്പർ പ്ലേറ്റ് വ്യക്തമല്ല. അതേപോലെ തന്നെ ഉള്ളിലേക്ക് തള്ളിയിട്ട്, അതായത് വെഹിക്കിൾ നിയമപ്രകാരം നമ്പർ പ്ലേറ്റ് എപ്പോഴും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം. ആ രീതിയിലുള്ള ഒരു നമ്പർ പ്ലേറ്റ് അല്ല ഉള്ളത്. അപ്പോൾ ഉണ്ടാക്കിയെടുത്ത വികസനങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെയാണ് കോടികൾ വില വരുന്ന ബസ്സുകൾ പോലും ഇറക്കുന്നത്. ഇവിടെ ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു മന്ത്രി പ്രോപ്പറായിട്ട് ജനാധിപത്യ മര്യാദയോടുകൂടി ജനങ്ങളോട് പ്രതിബദ്ധതയോട് കൂടിയിട്ട് പെരുമാറുകയാണെങ്കിൽ, പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവിടെ KSRTC വലിയൊരു വിജയമായിട്ട് മാറും. അതിന് ഇതുപോലത്തുള്ള വികസനങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. വികസിപ്പിച്ചെടുത്ത വികസനങ്ങൾ അല്ലാതെ പുതിയ വികസനങ്ങളിലേക്ക് പോകുമ്പോൾ അത് പാഴ്ചെലവാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്